ഒരു പിന്നെ സ്ത്രീ തന്നെയാണ്, സഹോദരി തന്നെയാണ്. അവർക്ക് 2 കുട്ടികളുണ്ട്. PGക്ക് പഠിക്കുന്നു വലിയ മകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ അവരെ ഭർത്താവ് പിന്നെ ഒരു ഗേ ആണ്. പക്ഷെ അവർ തന്നെ പറയാണ്, എങ്ങനെ കുട്ടികളുണ്ടായെന്ന് പലരും ചോദിക്കുന്നു. 2 കുട്ടികളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വളരെ കുറഞ്ഞ ഇപ്പോൾ എണ്ണിയാൽ ഇങ്ങനെ കിട്ടാവുന്ന അത്ര ഞങ്ങളുടെ ശാരീരികമായ ബന്ധങ്ങൾ പോലും നടന്നിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പ്രശ്നം അതല്ല, അദ്ദേഹത്തെ ഒഴിവാക്കി. പിന്നെ അവരങ്ങനെ സ്വന്തമായിട്ട് എന്തൊക്കെയോ ചെറിയ കുടിൽ വ്യവസായമൊക്കെ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്നൊരു മെസ്സേജാണ് സഹോദരി പറഞ്ഞത്. ഇതേ സമാനമായ അവരുടെ നാട്ടിലെ മറ്റൊരു പെണ്ണിനെ കണ്ട് സംസാരിച്ചപ്പോഴും അവരുടെ ഭർത്താവ് ഇതേപോലെ ആയിരുന്നു, അവരങ്ങനെ ഡിവോഴ്സായി ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുക, ഇത്തരം ആണുങ്ങൾ, ഇത് കേൾക്കുന്ന ആണുങ്ങൾക്ക് അവർക്കൊരു തീരുമാനം എടുത്തൂടെ ജീവിതത്തിൽ വിവാഹം ചെയ്യേണ്ട? കാരണം ഇത് മറ്റു സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കുകയാണ്. അതവർ ഒരു മെസ്സേജായി പറയണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആൺകുട്ടിയുണ്ട്, അവർക്ക് 2ാമത്തെ ആൺകുട്ടിയാണ്. അപ്പോൾ ആ ആൺകുട്ടി ഭാവിയിൽ ഒരു പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് അത് ആ കുട്ടിക്കും ഉണ്ടാകുമോ എന്നൊരു പേടി അവർക്കുണ്ട്. അവർ സ്ഥിരമായി പീസ് റേഡിയോ കേൾക്കുന്നവരാണ്. അവർ പറയണം, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, നിങ്ങളെ ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ എന്താ അറിയോ, ഇത് വളരെ അപകടകരമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇപ്പോൾ ഇത് ഭർത്താവ് ഗേ ആണ് എന്ന് പറഞ്ഞ് ഓരോ പേരുകൾ ഇട്ട്, ഈ LGBTQ ഓരോ പേര്, ഈ പേരുകൾ എന്തിനാണ് ഇട്ടതെന്ന് വെച്ചാൽ, ഈ തോന്നിവാസം അയാളുടെ പ്രകൃതിയാണ്, അത് അയാളുടെ ജനറ്റിക്കായിട്ട് ജീനിലുള്ള സംഭവമാണ് എന്ന് പറഞ്ഞ് അതിനൊരു പേര് വിളിയാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ലൂത്ത് നബിൻ്റെ കാലത്ത് നടന്ന ഏറ്റവും വൃത്തികേട്, അതായത് പുരുഷന്മാരെ സ്വീകരിക്കുന്ന ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവം, ഇതൊന്നും ഒരിക്കലും എന്തല്ല ഒരു വ്യക്തിയുടെ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന കാര്യമല്ല. ലൈംഗികമായ ബന്ധങ്ങളിൽ മനുഷ്യന് എന്ത് തോന്നിയാസത്തെയാണോ അവൻ വഴിയായി സ്വീകരിച്ചത്, അതിലായിരിക്കും അവന് താല്പര്യം. അത്രമാത്രമേ അതിനുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ മനുഷ്യ ജീവിതത്തിൽ ഏതും അങ്ങനെ. ഇപ്പോൾ ഒരു ഫുഡാണെങ്കിൽ നമ്മൾക്ക് ഒരു രസകരമായി തോന്നിയൊരു ഫുഡ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും അത് കഴിക്കാനേക്കാരം. എപ്പോഴും നെയ്ച്ചോറും ചിക്കൻ പീസും കഴിക്കുന്ന ആളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതാണ് ഇഷ്ടം, അത് അവർ കഴിച്ച് ശീലിച്ചതുകൊണ്ടാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരു സാധനം കിട്ടാത്ത ഒരാൾക്ക് അത് ആഗ്രഹിച്ചടക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം അമേരിക്ക കിടക്കുന്ന ഒരാൾ ആഗ്രഹിച്ചടക്കുണ്ടാവുമോ? അത് അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആഗ്രഹം ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന്, ഇപ്പോൾ ശവരതിയുണ്ട്, മൃഗരതിയുണ്ട്, എന്തൊക്കെ സംഗതികളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അവനവൻ്റെ ജീനിൽ വന്നതാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഇയാളൊരു തോന്നിവാസം ഒരു പക്ഷേ വിവാഹത്തിന് മുമ്പ് തുടങ്ങി വെച്ചത് അയാൾ തുടരുന്നു. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താ ആവശ്യമില്ല, അയാൾക്ക് അതിലാണ് താല്പര്യം. അപ്പോൾ അയാൾക്ക് വൈഫ് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ പിന്നെ ഇതിനെ വിവാഹം കഴിക്കണമെന്നാണ്. വിവാഹം കഴിക്കണം പറഞ്ഞാൽ നമ്മുടെ ജീവിതഘട്ടത്തിൽ ഓരോ ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ നിങ്ങളൊരു 10 25 വയസ്സായാൽ എന്താ ജോലിയിലൊന്നും കയറിയില്ല ചോദിക്കും. അത് ആ സമയത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ എവിടെ ചെന്നാലും ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ജോലി കയറാൻ നിങ്ങൾ നിർബന്ധിതരാണ്. എന്ന പോലെ തന്നെ എന്ത് ചെയ്യും, ഒരു 10 28 29 വയസ്സാൽ അല്ല ഇനിയും കല്യാണം കഴിച്ചിട്ടില്ലേ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഇവരൊക്കെ എന്ത് ചെയ്യണത്, കല്യാണം കഴിക്കും. അതവർക്കൊരു മറ മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായ ഒരു അഡ്രസ്സ് ഉണ്ടാവാനും ഒരാളുകളുടെ ചോദ്യം ഒഴിവാക്കാനും വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതൊക്കെ അധാർമികതകളാണ്, ഗുരുതരമായ തെറ്റാണ്. മനസ്സിലായില്ലേ? അതായത് ഇത് ചെയ്യുന്നവനെയും ചെയ്യപ്പെടുന്നവനെയും കൊന്നുകളയണമെന്ന് പറയാൻ മാത്രം മാരകമായ വ്യഭിചാരമാണ്. അപ്പോൾ അതവരെ ബോധ്യപ്പെടുത്തി ആ തിന്മയിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഇതിൻ്റെ ശാശ്വത പരിഹാരം. ഒരു മദ്യപാനിയാണ് ഭർത്താവെങ്കിൽ ആ മദ്യപാനിയെ മാറ്റുക. അതേമാതിരി ഒരു വ്യഭിചാരിയാവുമ്പോൾ അയാളെ മാറ്റുക. ഒരു ധൂർത്തനാവുമ്പോൾ അയാൾ അതിന്ന് മാറ്റുക. എല്ലാ അധാർമികതകളും എല്ലാ ദുശ്ശീലങ്ങളും ഒന്നിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തെയും ദാമ്പത്യത്തെയും അത് ബാധിക്കും. ഏത് വ്യക്തിയുടെ അധാർമികതയും കുടുംബജീവിതത്തെ ബാധിക്കാത്ത ഒരു അധാർമികതയില്ല. ഒരു ഭാര്യൻ്റെ അടുത്തുണ്ടെങ്കിലും ഭർത്താവിൻ്റെ അടുത്തുണ്ടെങ്കിലും അതെന്ത് ചെയ്യും, കേവലം ഒരു തട്ടമിടാതൊരു ഭാര്യ നടന്നാൽ പോലും എന്ത് ചെയ്യും, അത് നമ്മുടെ കുടുംബജീവിതത്തെ എന്ത് ചെയ്യും, ബാധിക്കും എല്ലാവരും. അപ്പം അതുകൊണ്ട് എന്താ, ഈ ഒരു തിന്മ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതൊന്ന് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പരിഹാരം. അല്ലാതെ ഇതിൻ്റെ പരിഹാരം ഉണ്ടാവില്ല. അല്ല, ഇതിൽ എന്താ വെച്ചാൽ സഹോദരിൻ്റെ പേടിയെന്ന് വെച്ചാൽ കുട്ടി അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഭർത്താവ് അങ്ങനെ ആയതുകൊണ്ട് അത് അയാൾ അവിടെ വരെ പേടിക്ക് 2 കാരണമുണ്ട്. ഒന്ന് ജനറ്റിക് ആയിട്ട് വരുന്നതാണെങ്കിൽ അതൊരിക്കലും അല്ല.
അങ്ങനെ ഒരിക്കലും ചിന്തിക്കണം. കാരണം മനുഷ്യൻ്റെ പ്രകൃതിയിൽ അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതി എന്താണോ ആ പ്രകൃതി തന്നെയാണ്. ആ പ്രകൃതി അനുസരിച്ച് എന്താണ്, ഒരാണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടുമാണ് ഏറ്റവും അധികം ആകർഷണീയത ഉണ്ടാവുക. അതല്ലാത്തതുണ്ടെങ്കിൽ അത് വൈകല്യങ്ങളാണ്. വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണ്, നമ്മുടെ പെരുമാറ്റങ്ങളെ കൊണ്ടും നമ്മളുടെ തെറ്റായ സമീപനങ്ങളെ കൊണ്ടുമാണ് നമുക്ക് നിന്ന് വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം വൈകല്യങ്ങൾ എന്താണ്, മനുഷ്യൻ്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന വൈകല്യങ്ങളാണ്. അത് നമ്മൾ മാറ്റി ശരിയായൊരു ദിശയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും എന്ത് ചെയ്തു വെച്ചാൽ, ഒരാൾ 3 കുട്ടികളുള്ള ഒരു കക്ഷി, അദ്ദേഹം ഒരിക്കലും എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് 3 കുട്ടികളുണ്ടെങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ ഒരു പെണ്ണാണ്. അയാൾ ആണാണ്, വേഷത്തിൻ്റെ രൂപത്തിലൊക്കെ ഞാനൊരു പെണ്ണാണ്. പക്ഷേ ഞാൻ സ്വാഭാവികമായിട്ട് എന്താണ്, സമൂഹത്തിൽ ആണിൻ്റെ രൂപവും ആണിൻ്റേതായ എല്ലാ സവിശേഷതകളും ശരീരത്തിൻ്റെ സമ്പൂർണ്ണമായും ആണായതുകൊണ്ട് എനിക്കൊരു പെണ്ണായി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്നാണ്. അപ്പോൾ ഞാൻ വെറുതെ അയാളോട് ചോദിച്ചു, അയാൾ എന്നോ ചെറുപ്പകാലത്ത് ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ ആ ഡ്രസ്സ് കണ്ടപ്പോൾ എന്ത് ചോദിച്ചാൽ, നിന്നെ കണ്ട നല്ല ചൊറുക്കുള്ളൊരു പെണ്ണാണെന്ന് തോന്നുന്നു എന്ന് ആരോ ഒരു തെറ്റായ ഒരു കമൻറ്റ് പറഞ്ഞു. ആ കമൻറ്റ് പറഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി എന്താണ്, ഞാൻ ശരിക്കൊരു പെണ്ണാണ്, എനിക്കതാണ് ഏറ്റവും ആകർഷണീയമായത് എന്ന് അയാളുടെ മനസ്സിൽ എന്നോ ഒരു കമൻറ്റിൽ നിന്നുണ്ടായൊരു തോന്നൽ. പിന്നെ അയാൾക്ക് എപ്പോഴും എന്താണ്, ഒരു പെൺവേഷം ധരിക്കാനും ഒരു പെണ്ണാവാനും ഒക്കെ വെറുതെ കൺമഷിട്ട് കണ്ണാടിയിൽ നോക്കുക, പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ അനുജത്തിൻ്റെ പിന്നെ ടോപ്പ് ഇട്ട് നോക്കുക, അങ്ങനെ ഒരു ടെൻഡൻസി അയാൾ വളർത്തിയെടുത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ വളർത്തിയെടുത്തൊരു ടെൻഡൻസിയാണ്. യഥാർത്ഥത്തിൽ പൂർണ്ണമായ ഒരു ആണിൻ്റെ രൂപമുള്ള നിങ്ങൾക്കൊരിക്കലും ഒരു പെണ്ണിൻ്റെ അവസ്ഥ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇനി നിങ്ങൾ പൂർണ്ണമായ ഒരാണാണെന്ന് വിചാരിച്ച് ജീവിച്ചു നോക്കുന്നതാണ്. ഒരു പ്രശ്നമല്ല, അയാൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു പൂർണ്ണ ആണായിട്ട് ശരിക്കും ഒരു അവസ്ഥയിൽ ജീവിച്ചു പോകുന്നു. ഒരു തോന്നലോ അല്ലെങ്കിൽ ഒരു പരിചയമോ ഉണ്ടായിത്തീരുന്ന ഒരു സംഗതി മാത്രമാണിത്. അതല്ലാതെ എങ്ങനെ ഒരു വർഗമോ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇയാളിത് രണ്ടും കൊണ്ടുനടക്കുന്ന ആളാണെങ്കിൽ അത് പറയും, ബൈസെക്ഷൽ ആണെന്ന് പറയും. ഇതൊക്കെ അവനവൻ ചെയ്യുന്ന തമ്മാടിത്തങ്ങൾക്കുള്ള ഓരോ പേരുകൾ എന്ന് കവിഞ്ഞ് ഇതിലൊന്നും വേറൊരു അർത്ഥവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇപ്പോൾ LGBTQ-ൻ്റെ അതിപ്പോൾ കേരളത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന സുന്ദരനായ ഒരു സിനിമാ നടനുണ്ട്. അയാളെ വെച്ചിട്ട് ഇവരൊരു സിനിമ ഇറക്കി, അയാളെ ഒരു ഗേ ആക്കിയിട്ട്, എന്നിട്ടൊരു കുടുംബം, ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ വായിച്ചാണ്, ഒരു വാപ്പയും, അതായത് ഒരു അച്ഛനും ഒരു മകനും ഈ സിനിമ കണ്ടിറങ്ങിയിട്ട് ഈ മകൻ വാപ്പാനോട് ചോദിക്കുകയാണത്രേ, നിങ്ങൾ ഗേ ആണോ? അത്രമാത്രം പിന്നെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അത് നാട്ടിലിങ്ങനെ സുലഭമായി അതൊരു പേരിട്ട് കൊടുത്താൽ അവർക്ക് ആ തമ്മാടിത്തം തുടർന്നു പോവാനുള്ള ലൈസൻസാണ്. അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പരിപാടികളാണ്. ഇതെന്താ, ഇത് സത്യത്തിലൊരു വ്യക്തിയെ സമ്പൂർണ്ണമായും തകർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. കാരണം ഇങ്ങനെയുള്ള ഒരാൾക്കൊരു കുടുംബജീവിതം സാധ്യമല്ല. കുടുംബജീവിതം ഇല്ലെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്തു, നശിച്ചു. ഒരു വ്യക്തിയുടെ എല്ലാ ഗുണങ്ങളും പ്രകടമാകുന്ന ഏതിലൂടെയാണ്, കുടുംബത്തിൽ. നിങ്ങൾക്ക് കുറേ പണമുണ്ട്, അത് പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് കുടുംബം വേണ്ടേ, അല്ലേ? നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണമെങ്കിൽ, സമാധാനം കിട്ടാൻ നിങ്ങൾക്കൊരു കുടുംബം വേണ്ടേ? നിങ്ങൾക്ക് ഭാവിയിൽ ജീവിതത്തോട് വിരക്തിയോ മടുപ്പോ തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കളിലൂടെയുള്ള പ്രതീക്ഷകൾ വേണ്ടേ? എല്ലാം കുടുംബത്തിൽ കേന്ദ്രീകൃതമാണ്. നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം, പ്രതീക്ഷകൾ, നമ്മുടെ അധ്വാനങ്ങളെല്ലാം. അതുകൊണ്ട് ഒരു കുടുംബം ആവാതിരിക്കാനും ഒരു കുടുംബജീവിതത്തെ താല്പര്യം ഉണ്ടാക്കാനും എന്തുമാത്രം മതി? ഒരു പുരുഷന് പുരുഷനോടും സ്ത്രീക്ക് സ്ത്രീയോടുമാണ് താല്പര്യമെന്ന് പറഞ്ഞാൽ അതോടുകൂടെ ഒരു വിവാഹ ജീവിതം തീർന്നു, അവിടെ ഒരു വ്യക്തി നശിച്ചു. അപ്പോൾ ഈ സമൂഹത്തിൽ അരാജകത്വങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കണ്ടല്ലോ. ഇതൊക്കെ ഇപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത്തരം ആളുകളെ കാര്യത്തിൽ സഹതപിക്കുക. അയാളൊരു അങ്ങനത്തെ ഒരാളായിട്ടും അയാൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരാണിൻ്റെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എന്ത് ചെയ്യാണ്, അവരിലൂടെ സിമ്പതിയോ ഒക്കെ തോന്നുക. എന്നിട്ട് അത് ഭയങ്കര ബോധവൽക്കരണമായി അവരുടെ മനുഷ്യാവകാശമായി ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, സമൂഹത്തിൽ ഈ അരാജകത്വങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ തോന്നാൻ തുടങ്ങി, അങ്ങനെ തന്നെ അനുവദിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കാനും കുടുംബങ്ങളെ തകർക്കാനും ഒക്കെ ഉള്ള ഒരു പരിപാടിയായിട്ട് മാത്രം കണ്ടാൽ മതി. തീർച്ചയായിട്ടും ഇതൊരു അധാർമിക പ്രവർത്തനമാണെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ പിന്നെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് സത്യത്തിൽ
ഇവിടെ LGBT എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിജീവി അവതരിപ്പിക്കുന്ന കുറേ ആളുകൾ, ഞങ്ങളാണ് വലിയ ശാസ്ത്രത്തിൻ്റെയും അതുപോലെ യുക്തിയുടെയും ആളുകളെന്ന് പറയുന്ന ആളുകൾ കൊണ്ട് നടക്കുന്ന, അത് ഈ സിനിമയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പിന്നെ അതിനെങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അതൊരു സ്വാതന്ത്ര്യമാക്കി അതൊരു ആസ്വാദനമാക്കി കൊണ്ടുവരണം. സത്യത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങൾ നശിപ്പിക്കും, നമ്മുടെ സാമ്പത്തിക ഭദ്രത തകർക്കും എന്നുള്ള ഒരു ബോധം സത്യത്തിൽ ഇതിൽ ഉണ്ടാകണമെന്നാണ് പ്രിയ ശ്രോതാക്കളോടും പ്രേക്ഷകരോടും ഒക്കെ പറയാനുള്ളത്.